എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ട് തന്നെ ആർക്കും എളുപ്പത്തിൽ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ തനി നാടൻ രീതിയിൽ ഉള്ളിയും മുളകും ചതച്ചെടുത്ത പരിപ്പ് കറിയാണ്. നല്ല ചൂട് ചോറിനൊപ്പവും ചപ്പാത്തിയുടെ ഒപ്പവും പുട്ടിനൊപ്പം ഒക്കെ വിളമ്പാൻ പറ്റിയ നല്ല അടിപൊളി കറി തന്നെയാണ്. ആർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു കറി ചൂട് ചോറിനൊപ്പം കഴിക്കാനാണ് സൂപ്പർ ടേസ്റ്റ്. അപ്പോൾ എങ്ങനെയാണ് തനി നാടൻ പരിപ്പ് കറി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കണ്ടു നോക്കാം. കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ചോറിനും ചപ്പാത്തിക്കും പുട്ടിനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു പരിപ്പ് കറി തയ്യാറാക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 250 ഗ്രാം അളവിൽ പീസ് പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ നാട്ടിൽ ഈ ഒരു പരിപ്പിന് കറിപ്പരിപ്പ് എന്നാണോ പറയുന്നത്? അതെനിക്കറിയില്ല. അപ്പോൾ നമുക്ക് ഈ പരിപ്പ് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. അതിനുശേഷം ഒരു കുക്കറിലേക്കൊന്ന് മാറ്റാം. അങ്ങനെ നമ്മുടെ പരിപ്പ് നന്നായിട്ട് കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പരിപ്പിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. പരിപ്പിന്റെ മേളിൽ നിൽക്കുന്ന വിധത്തിലാണ് ഞാനിവിടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചേരുവകളൊന്ന് ചേർക്കണം. ഇനി നമുക്ക് ഈ പരിപ്പിലേക്ക് ഒരു 10 അല്ലി കൊച്ചുള്ളി ചേർക്കണം. ഇനി ഇതിലേക്ക് 3 പച്ചമുളക് കൂടെ നമുക്ക് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കണം. ഇനി പരിപ്പിന് ആവശ്യമായ ഉപ്പ് കൂടെ ചേർക്കാം. ഒരു നുള്ള് വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് ഇനി പരിപ്പ് നമുക്കൊന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുക്കർ മൂടിയിട്ട് ഒരു 3 വിസിൽ വരുന്നത് വരെയും വേവിച്ചെടുക്കണം. ഇനി നമ്മുടെ പരിപ്പ് ഒന്ന് വെന്ത് വരട്ടെ. പരിപ്പിന്റെ എയർ പോയി വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായ 10 അല്ലി കൊച്ചുള്ളിയും ഒരു 6 വറ്റൽമുളകും കൂടി ചേർത്തൊന്ന് ചതച്ച് വെക്കണം. അങ്ങനെ നമ്മൾ ഉള്ളിയും മുളകൊക്കെ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പരിപ്പിന്റെ എയർ പോയി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ ഉള്ളിയും മുളകൊക്കെ ഒന്ന് മുരിയിച്ചു കൂടി എടുക്കാം. ഇനിയിപ്പോ പരിപ്പ് ഉലർത്തിയെടുക്കാനുള്ള ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കടുക് കൂടെ ചേർക്കാം. ഇതിപ്പോൾ നന്നായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചതച്ച ഉള്ളിയും മുളകും ചേർക്കാം. ഇനിയിപ്പോൾ നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. ഉള്ളിയും മുളകൊക്കെ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഈ ഒരു സമയത്ത് കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കാം. അതിനുശേഷം വീണ്ടും ഇതുപോലെ ഒന്ന് ഇളക്കി മുരിയിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉള്ളിയും മുളകൊക്കെ നല്ല പോലെ മുരിഞ്ഞ് പാകമായി വന്നിട്ടുണ്ട്. ഈ ഒരു പാകമാകുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്തത് കൂടെ ചേർക്കാം. തക്കാളി കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. തക്കാളി നല്ലപോലെ ഒന്ന് ഉടഞ്ഞു കിട്ടണം. അതുവരെയാണ് നമുക്ക് വഴറ്റിയെടുക്കേണ്ടത്. തക്കാളി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വാടിക്കിട്ടാനും വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇനിയിപ്പോൾ ചെറിയ തീയിൽ ഒരു 2 മിനിറ്റ് നേരം മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കൊന്ന് മൂടിയും കൂടി തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്കിതിലേക്ക് പരിപ്പ് കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. പരിപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് കറി മാറ്റാവുന്നതുമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയുള്ളട്ടോ കൂട്ടുകാരെ. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എൻ്റെ കൂട്ടുകാർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളാണ്, ആർക്കും എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ചോറിനും ചപ്പാത്തിക്കും പുട്ടിനൊക്കെ പറ്റിയ അടിപൊളി പരിപ്പ് കറി തന്നെയാണ്. നല്ല ചൂട് ചോറിലേക്ക് പരിപ്പ് കറി ഒഴിച്ച് കഴിക്കാനായിട്ട് എനിക്ക് വളരെ ഇഷ്ടമാണ്. അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുവാണ്. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം ഓടിയെത്താം. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.